ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിതയാണ്. നമുക്കൊരു ബട്ടർ ചിക്കൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ എളുപ്പമുള്ള റെസിപ്പിയാണ്. നമ്മൾ ആദ്യം അതിന് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എടുക്കാം, അങ്ങനെ ഒന്നുമില്ല. ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം അതൊന്നും മസാല പുരട്ടി വയ്ക്കണേ നമുക്ക് കാണാം കേട്ടോ. ബട്ടർ ചിക്കൻ വയ്ക്കാൻ നമ്മൾ എല്ലില്ലാതെ ചെറിയ ചെറിയ പീസായിട്ട്, എല്ലുള്ള പീസും എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ എല്ലില്ലാത്ത കുറച്ച് പീസാണ് എടുത്തിരിക്കുന്നത്. 2 ബൗൾ കറിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മതി. അപ്പോൾ അതിങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതിനകത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. കുറച്ച് നാരങ്ങ നീര്. ഇത് വലിയ നാരങ്ങയാണ്, അപ്പം അരമുറിയുടെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഫുള്ള് പിഴിഞ്ഞിട്ടില്ല. നമ്മൾ കാശ്മീരി ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ. കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് പുരട്ടുകയാണ്. പുരട്ടിയിട്ട് നമുക്കവിടെ കുറച്ച് നേരം വെക്കണം. എരിവുള്ള മുളക് പൊടിയല്ല ചേർത്തിട്ടുള്ളത്. ബട്ടർ ചിക്കൻ അങ്ങനെ വലിയ എരിവുള്ളൊരു കറിയല്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് പുരട്ടിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റൊക്കെ അതിലേറെ വെച്ച് വെച്ചിട്ട് കുഴപ്പമില്ല. കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും വെക്കണം. എന്നിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുക കേട്ടോ. ഞാനത് വറക്കുമ്പോൾ കാണിക്കാം. അടുപ്പ് കത്തിച്ചിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആണ് യൂസ് ചെയ്യുക. അപ്പം അതിലേക്ക് നമ്മൾ വലുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ചെറുതായിട്ടൊന്നും സ്ലൈസ് ചെയ്യണമെന്നൊന്നുമില്ല, കുറച്ച് സവാളയാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. അത് നല്ലോണം അങ്ങനെ ചുമക്കൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മാത്രം മതി. നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതിങ്ങനെ വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മളിതാ അങ്ങനെ ചെറുതായിട്ട് മുറിച്ച് ഇഞ്ചി പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളി കേട്ടോ, ഒരു കുടം വെളുത്തുള്ളി ഉണ്ടാവും. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ കേട്ടോ. വലിയൊരു എരിവുള്ള കറിയല്ല, ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എരിവുണ്ടാവില്ല. നമ്മളിതിട്ടിട്ടൊന്നും അങ്ങോട്ട് വഴറ്റിയാണ് വേണ്ടത്. ഞാനൊരു 3 തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ കുതിരാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുക. ഇത് വഴറ്റിയിട്ട് ചൂടാറി നമ്മൾ അരച്ചെടുക്കുക ചെയ്യുക കേട്ടോ. ഇതൊന്നും ഇങ്ങനെ വഴന്ന് വരട്ടെ, നല്ലോണം മൂക്കണ്ട, എന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട് നമ്മുടെ ഉള്ളി കേട്ടോ. പച്ചയ്ക്ക് ഇത് അരച്ചാലൊരു വേറൊരു ചൊവയെ വരിക, അതുകൊണ്ടാണ് നമ്മളിത് വഴറ്റുന്നത് കേട്ടോ. ഇത് നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മളതാ മഞ്ഞൾപ്പൊടി ഇട്ടു. നല്ലോണം ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയാണേ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതാ കുറച്ച് തക്കാളി അരിഞ്ഞതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കും. എന്നിട്ടത് തണുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതായത് തക്കാളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി കേട്ടോ. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുക കേട്ടോ ചെയ്യാം. ഇതേ പാനിൽ തന്നെ ഞാനിപ്പോൾ ഈ ചിക്കൻ ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ചെയ്യുന്ന നേരം കൊണ്ട് ഇത് തണുത്തിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവന്നാൽ മതി. നമ്മളതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഉരുകട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാം. നമ്മളിതാ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ്. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഞാൻ ഒറ്റ ട്രിപ്പാക്കി ഇട്ടിരിക്കണം, അതിനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ട്രിപ്പായിട്ടൊക്കെ വറുത്തെടുക്കണം. ഞാനത് വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ കുതിരാൻ വെച്ചിരുന്ന അണ്ടിപ്പരിപ്പാണ് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ടതാണ്. അതിപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചിട്ടെടുക്കുക കേട്ടോ. അത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ചിക്കൻ ഫ്രൈ ചെയ്താകുമ്പോഴേക്കും ഇത് നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് ഊറിയ വെള്ളവും നമ്മുടെ ബട്ടറും കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് മൊരിഞ്ഞിട്ട് ക്രിസ്പി ആയി പോവല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അരച്ചു കൊണ്ടുവന്ന അരപ്പ് അതാ അങ്ങനെ അത് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് ഇനി വഴറ്റുകയാണ് ചെയ്യുക. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്യണം. ആദ്യം ഇത് ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഒഴിക്കുകയാണ്. നമ്മൾ അരച്ചത് ചേർത്തു. അതിൻ്റെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം തിളച്ച് വരണം. തിളച്ചതൊന്ന് ചിക്കൻ അതിനകത്ത് കിടന്നൊന്ന് എണ്ണ തെളിഞ്ഞ് വരിക വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കസൂരി മേത്തി ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യുക. വെണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ ചിക്കൻ വറക്കണ സമയത്ത് ചേർത്ത് ഉപ്പേ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ ഉപ്പ് ചേർത്തിട്ടില്ല. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വറുത്തെടുത്തത്, വറക്കാൻ വേണ്ടി പുരട്ടിയപ്പോൾ. അപ്പോൾ ഇപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് എത്ര വേണം എന്നുള്ളത് നോക്കണം. അണ്ടിപ്പരിപ്പൊക്കെ അരച്ചത് കൊണ്ടും ബട്ടറും ഇനി നമ്മൾ ഫ്രഷ് ക്രീമും ഒക്കെ ചേർക്കുമ്പോൾ ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഇതിന് വരിക. നല്ല തീയല്ല വെക്കേണ്ടത്, ഒരു മീഡിയം തീയാണ് വേണ്ടത്. അതിലിങ്ങനെ കുറുകിയിട്ടൊന്ന് വരട്ടെ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കസൂരി മേത്തിയാണ്. കസൂരി മേത്തി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞരടിയിട്ട് അതിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോഴേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബട്ടർ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ഫ്രഷ് ക്രീമും കൂടെയാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം കുറച്ച് ഫ്രഷ് ക്രീമാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ തീയ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് തൂവി കൊടുക്കുകയാണ്. ഡാർട്ടറായിട്ടൊന്നും എനിക്ക് ഒഴിക്കാനൊന്നും അറിയില്ല. ഞാൻ കുറച്ചത് ഇങ്ങനെ സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ചിക്കുവിൻ്റെ അമ്മയും ആങ്ങളെയും ഒക്കെ വന്നിട്ടുണ്ട്, നാത്തൂന് അനിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് ഇങ്ങനെ കഴിക്കുകയാണ്. പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ അമ്മുവിൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. അമ്മു ആണ് നാത്തൂൻ്റെ ആങ്ങളയുടെ വൈഫാണ്. അമ്മുവിൻ്റെ ഫേവറേറ്റ് ആണ് ബട്ടർ ചിക്കൻ. അപ്പോൾ അമ്മു തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പറയട്ടെ. അമ്മ ഒന്ന് കൂട്ടിയിട്ടൊക്കെ അഭിപ്രായം പറയാം. അമ്മ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന രുചിയുണ്ട്. അതെ. അപ്പൊ എല്ലാരും കേട്ടല്ലോ, എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.